എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ നേരത്തിനും സൗകര്യത്തിനും ചെയ്യുന്ന കാര്യമാണ്, കുളിയുടെ കാര്യമാണ്. കുളികൾ തന്നെ നമ്മൾ ചിലപ്പോൾ രാവിലെ കുളിക്കും, ചിലപ്പോൾ ഉച്ച നേരത്ത് കുളിക്കും, ചിലപ്പോൾ വൈകുന്നേരം നേരത്തെ കുളിക്കും. അങ്ങനെ പല നേരത്തിന് ആളുകൾക്ക് അവരവരുടെ സൗകര്യം പോലെയാണ് കുളിക്കുന്നത്. പക്ഷേ നമ്മൾ കുളിക്കാനായിട്ട് 4 നേരം കുളിയുടെ കാര്യങ്ങൾ 4 കുളികൾ പറയും. രാവിലെ കുളിക്കുന്ന കുളിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല കുളി. രാവിലെ ഉച്ചയ്ക്ക് കുളിക്കും ചിലർ, അതിന് പിച്ചക്കുളി എന്ന് പറയും. അതേപോലെ വൈകുന്നേരം നേരത്ത് കുളിക്കുന്ന കുളി ഒരു ഐശ്വര്യക്കുളി എന്ന് പറയും. വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയിൽ ആ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ കുളിക്കുന്ന കുളിക്ക് ഒരു ഐശ്വര്യ കുളി എന്നാണ് പറയുക. അതേപോലെ നമ്മൾ അതിരാവിലെ നമ്മൾ കുളിക്കുമല്ലോ, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുളിയാണ്. ആ കുളി ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ വളരെ എന്നും അതൊരു പതിവായിട്ട് നമ്മൾ രാവിലെ ആ നേരത്തെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ വരാണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. പലതരം തെറ്റി നമ്മൾ കുളിക്കുമ്പോഴാണ് നമുക്ക് പലതരം അസുഖങ്ങൾ നമുക്ക് പിടിപെടുന്നത്. നീരിറക്കം, നീർക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഉച്ചക്കലത്തെ കുളി പറയും, പിച്ചക്കുളി എന്ന് പറയാം. ഉച്ച നേരത്ത് കുളിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഐശ്വര്യം പോവും, നമ്മൾ പിച്ചക്കാർക്ക് സമാവും എന്നൊക്കെ പണ്ടുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടാണ്. അത് ചിലപ്പോൾ അതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. ഉച്ച നേരത്തെ കുളി നമുക്ക് പല അസുഖങ്ങളും വരുത്തി വയ്ക്കും. അതുകൊണ്ട് വേണമെങ്കിൽ പറയണതാവാം, പണ്ടുള്ളവർ അങ്ങനെ പറയണതാവാം. അപ്പോൾ ഉച്ചക്കലത്തെ കുളി പിച്ചക്കുളി എന്ന് പറയും. വൈകുന്നേരം ഒരു 4 മണി തൊട്ട് ഒരു 5 മണി വരയ്ക്കുള്ള കുളി കുഴപ്പമില്ല. അത് നമുക്ക് ഒരു വിളക്ക് വയ്ക്കുന്ന നേരമാണ്. അപ്പോൾ ഒരു ഐശ്വര്യമാണ്. ആ നേരത്ത് ഒരു 4 മണിക്ക് മുതൽ 5 മണി വരെയുള്ള നേരത്ത് കുളിച്ച് 5 മണി കഴിഞ്ഞ് ഒരു 6 മണിയോട് കൂടി വിളക്ക് വയ്ക്കുന്നത് ഒരു ഐശ്വര്യമാണ്. അപ്പോൾ അതൊരു ഐശ്വര്യത്തിനുള്ള കുളിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും രാവിലെ നേരത്തെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ നേരത്തെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഊർജ്ജസ്വലതയാവും നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം. നമുക്ക് ഈ കുളി കഴിഞ്ഞ് ഒരു ഈശ്വര പ്രാർത്ഥന നടത്തണമെങ്കിൽ നടത്താം. അത് ചെയ്യുന്നവർക്ക്, അല്ലാത്തവർക്ക് വേണ്ട, നമ്മുടെ ദിനചര്യയിലേക്ക് കടക്കാം. നമുക്ക് രാവിലെ അടുക്കളയിൽ പണിയുള്ളവരൊക്കെയാണല്ലോ, അപ്പോൾ അതിലേക്ക് കടക്കാം. പക്ഷെ എന്തായാലും രാവിലെ കുളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പറ്റാവുന്നവർക്ക് എല്ലാവർക്കും, നമുക്ക് സാഹചര്യങ്ങൾ പല പോലെ ആയിരിക്കും. ജോലിയുടെ സാഹചര്യം, അതുപോലെ രാത്രി നേരം വൈകി ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും രാവിലെ നേരത്തെ എനിക്ക് അത്ര കുളിക്കാനായിട്ട് പറ്റിയെന്ന് വരുന്നില്ല. അപ്പോൾ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യം, ഏറ്റവും ശരീരത്തിന് സുഖവും, നമുക്ക് പലവിധ അസുഖങ്ങൾ, നമുക്ക് നമ്മുടെ ദേഹത്തിനുണ്ടാകുന്ന പലവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് രാവിലത്തെ കുളി നമുക്ക് ഉപകാരം ചെയ്യും. ഉച്ച നേരത്തെ പരമാവധി കുളിക്കാതിരിക്കുകയാണ് നല്ലത്. ഉച്ചയിലത്തെ കുളി പറഞ്ഞ മാതിരി പിച്ചക്കുളി തന്നെയാണ്. അത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ആരോഗ്യം എല്ലാം നശിപ്പിക്കുന്ന ഒരു കുളിയാണ് ഉച്ച നേരത്തുള്ള കുളി. അത് പരമാവധി എല്ലാവരും വേണ്ടാന്ന് വയ്ക്കുകയാണ് നല്ലത്. കുളി പിന്നെ നാമം ചെല്ലൽ, പിന്നെ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവാനായിട്ട് രാവിലെ വിളക്ക് വയ്ക്കേണ്ടവർക്ക് വിളക്ക് വെച്ച് നാമം ചെല്ലാം. അത് ഏറ്റവും നല്ല കാര്യമാണ്. നാമം ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇരുന്ന് നാമം ചെല്ലാൻ നമുക്ക് നേരം കിട്ടിയില്ല എന്ന് വരും. എന്നാലും നമുക്ക് അതിന് പറ്റുന്നവരാണെങ്കിൽ വിളക്ക് വെച്ചിട്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നാമങ്ങൾ ചൊല്ലി നമുക്ക് എന്തെങ്കിലും ഒക്കെ നമുക്ക് ഈശ്വര ഭജനയോ എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണ്. നമുക്ക് ഈശ്വരനാമം ജപിക്കുക. നമ്മുടെ മനസ്സിന്, നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കത് ചെല്ലാവുന്നതുള്ളൂ. ഇന്നും അമ്പലത്തിൽ പൊക്കോളണമെന്നൊന്നും നിയമമില്ല. പക്ഷെ പോകേണ്ടവർക്ക് പോകാൻ സൗകര്യങ്ങളുള്ളവർക്ക് പോവാം. അമ്പലത്തിലേക്ക് പോക്കൊക്കെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ്. അമ്പലം എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് ആരാധനാലയമായാലും പള്ളി ആയാലും അല്ലെങ്കിൽ മുസ്ലിമുകൾ അവരുടെ ദേവാലയത്തിലേക്കായാലും എവിടേക്കായാലും പോകാൻ പറ്റിയവർക്കൊക്കെ പോവാം. ഏറ്റവും നല്ലത് തന്നെ, നമുക്കതൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് രാവിലത്തെ നമ്മുടെ ഒരു നടപ്പും കഴിഞ്ഞു നമുക്ക് ഒരു രക്തോട്ടം നമുക്ക് എപ്പോഴും ഒരു
എന്താ പറയുക, ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഒന്ന് നടന്ന് കുളി കഴിഞ്ഞ് ഒന്ന് നടന്ന് പോയി അമ്പലത്തിൽ പോയി വന്ന് അല്ലെങ്കിൽ പള്ളിയിൽ പോയി വന്ന് നമ്മളൊരു ഒരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, നോക്കാൻ പറ്റിയവരൊക്കെ ഒന്ന് നോക്കിക്കോളൂ, നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മളൊരു മിഡിൽ ഏജൊക്കെ ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറുപ്പം ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് പറ്റില്ല. അതായത് കുട്ടികൾ സ്കൂളിലേക്ക് പോകണവർ, അവരെ സ്കൂളിൽ പറഞ്ഞയക്കണം, അവരെ ഏൽപ്പിക്കണം, കുളിപ്പിക്കണം, അങ്ങനെ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ചെറുപ്പം ഒരു 10, 30, 35 വയസ്സിനിടയിൽ 40 വയസ്സിനിടയിലുള്ളവർക്കൊന്നും അത് സാധിച്ചോളണമെന്നില്ല. പറ്റുകയാണെങ്കിൽ ചെയ്യാൻ നല്ല കാര്യമാണ്. ഈ കുട്ടികളെ പുറപ്പെടുവിക്കുന്ന സമയം രാവിലെ അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാധിക്കാറില്ല. നമ്മുടെ വീട്ടിലും നമ്മൾ കാണാറുണ്ട്, അവരെ കൊണ്ട് അത് സാധിക്കാറില്ല. അപ്പോൾ സാധിക്കുകയാണെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം ആളുകൾക്ക് കുളി കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും അവരവരുടെ തോന്നിയ നേരത്താണ്. അപ്പോൾ നമ്മളിങ്ങനെയൊന്ന് കുളിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ, നമ്മളതിനൊരു ഇത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് എപ്പോഴും ഒരു ഉന്മേഷം ഉണ്ടായിരിക്കും. അതിരാവിലത്തെ കുളി നമുക്ക് എപ്പോഴും ഒരു ഉന്മേഷം തരും. അതിരാവിലെ അപ്പോൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക, ഇല്ലെങ്കിൽ ഒരു 8 മണിയുടെ കുളിക്കുക, 8-8:30 ഒക്കെ ആകുമ്പോഴേക്കും കുളിക്കുക. ഉച്ച തിരിയും തോറും, വെയിലുദിക്കും തോറും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ആ നേരത്തുള്ള കുളി നമ്മുടെ ശരീരത്തിൽ നീരിറക്കങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെയുള്ള കുളികളൊക്കെ ഒഴിവാക്കുക. നമ്മൾ അതിരാവിലെ കുളിക്കുക, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞൊരു 4 മണി തൊട്ട് ഒരു 5 മണി വരെയൊക്കെയുള്ള നേരത്തിനിടയ്ക്ക് കുളിക്കുക. ഇനി ജോലിക്ക് പോകേണ്ടവരും അവരുടെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അവരൊക്കെ അവരെ ഇതുപോലെ ചെയ്യുക. പക്ഷെ നല്ലതാണെന്ന് പറയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു നാമം ചൊല്ലുന്ന ഒരു സ്വഭാവം നമുക്ക്, അല്ലെങ്കിൽ നാമം, ഈശ്വര പ്രാർത്ഥന, അല്ലെങ്കിൽ ഈശ്വര ഭയം എന്ന് പറയാൻ പറ്റില്ല. ഈശ്വരനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ഈശ്വരഭക്തി എന്ന് പറയാം. അപ്പോൾ ഈശ്വരൻ്റെ ഒരു ഭക്തി, ഒരു ഭയം ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതായത് നമ്മളിപ്പോൾ അത് മറ്റുള്ളവരെ കാട്ടാൻ വേണ്ടി നമ്മൾ നാമം ചെല്ലണമെന്നോ ഇതൊന്നും വേണമെന്നില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു ഈശ്വര വിശ്വാസമുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് ഈശ്വരനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ട ഭഗവാൻ, ഭഗവതി, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും അവരുടെ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, എന്നാലും പിന്നെ അങ്ങനെ വിഭാഗങ്ങൾ തിരിഞ്ഞ കാരണം പറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സിൽ വളരെ പോസിറ്റീവ് എനർജി നിറച്ച് രാവിലെ എഴുന്നേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ അതിനൊക്കെ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അയ്യോ അങ്ങനെ വരുമോ ദോഷമായിട്ട് വരുമോ എന്ന് ചിന്തിക്കാതെ നമ്മൾ നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് ചിന്തിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ തന്നെ വരും നമുക്ക്. അല്ല നമ്മൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രം വന്നു ചേരുന്നതാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നു എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെ ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. എന്ത് വരാനിരിക്കുകയും നല്ലത് വരും, അതിൻ്റെ മോശം വശം വരുമെന്ന് ചിന്തിക്കാതെ നമ്മളെപ്പോഴും നല്ല വശം വരുമെന്ന് ചിന്തിച്ചിട്ട് നടക്കും. അതാണ് എപ്പോഴും നമുക്ക് നല്ലത്. മാത്രമല്ല അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുക, ഈശ്വരഭക്തി. അതേപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ രാവിലെ ഒരു കുളി, ഒരു പ്രാർത്ഥന, ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൻ്റെ അവരവരുടേതായ ഓരോ രീതികളുണ്ടല്ലോ, പ്രാർത്ഥനാ രീതികൾ. ആ രീതികളൊക്കെ ചെയ്ത് രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാനും നാളെ ആ നേരം വരയ്ക്ക് നമുക്കൊരു ഫ്രഷായിട്ട് തോന്നും. നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് നമുക്കത്. എന്നെ രക്ഷിക്കും, എനിക്ക് അബദ്ധങ്ങളൊന്നും ഇല്ലാണ്ട് എന്നെ കൊണ്ട് ഒരു കൈകൾ നമ്മൾ പറയുമല്ലോ, ഒരു രക്ഷാകരം നമുക്കുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇനി നമുക്ക് നാളെ വീഡിയോയിൽ വീണ്ടും കാണാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.